കൊല്ലുന്നതായിട്ട് നിങ്ങൾ കാണിക്കുക. ഒരു കലാസൃഷ്ടി ഉണ്ടാവണ്ടേ? ഒരു കല എന്ന് പറയുമ്പോൾ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് സന്ദേശം മാത്രമല്ല, അല്ല അതൊരു എന്റർടൈൻമെന്റ് അല്ലേ? അത് ആ രീതിയിൽ കലയെ നിങ്ങൾ എന്റർടൈൻമെന്റിന് വേണ്ടിട്ട് കലയെ നിങ്ങൾ കൊലയാക്കാതിരിക്കും. എനിക്ക് ചോദിക്കാനുള്ളത് കലയെ നിങ്ങൾ കൊലയാക്കരുത്. മാർക്കോയ്ക്കകത്ത് തോക്കും കൊണ്ട് എല്ലാരും വെടിവെച്ചെടുക്കണപ്പോ നടക്കുന്നുണ്ടോ? അതൊന്നും കാണിച്ചിട്ട് പ്രിയങ്ക ഒരു കുടുംബത്തിലേക്ക് കടന്നു വരുന്നു. നിങ്ങളൊരു കുടുംബത്തിലേക്ക് കടന്നു വന്നിട്ട് ഞാനും എന്റെ വൈഫും എന്റെ കുഞ്ഞുങ്ങളും അപ്പനും അമ്മയിലും ഇരിക്കുന്ന വീട്ടിലേക്ക് കയറി വരുവാണ്. കയറി വന്നിട്ട് നിങ്ങൾ ചെയ്യുന്നതെന്ന് അറിയോ? നിങ്ങൾ മരുമോളെ കൊല്ലാൻ വേണ്ടി അപ്പുറത്തെ വീട്ടിലെ കൊച്ചാടനെ വിളിച്ച് അല്ലെങ്കിൽ ചേച്ചിയെ വിളിച്ചൊരു കൊട്ടേഷൻ കൊടുക്കുകയാണ്. ജീവിതത്തിലേക്ക് എനിക്കാണെങ്കിലും ശരി, എസ് കെ സാറിനാണെങ്കിലും ശരി, നമുക്കെല്ലാവരും വ്യക്തിത്വം ഉണ്ട്, ഒരു കാഴ്ചപ്പാട്, നമ്മൾ ഉണ്ടാക്കിയെടുത്ത സംസ്കാരമുണ്ട്. ഏത് സീരിയൽ കണ്ടാലും ഒരു മനുഷ്യൻ പെട്ടെന്നൊന്നും മാറില്ല സർ. അങ്ങനെയാണെങ്കിൽ എത്ര പേര് അങ്ങനെയാണെങ്കിൽ തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ എത്ര പേര് അങ്ങനെയാണെങ്കിൽ ഇതൊരു മാറ്റം വരുത്താം, അല്ലെങ്കിൽ ഈ ഒരു ഒരു ചേഞ്ച് വരുത്തുന്നത് നല്ലതാണെന്നുള്ള ഒരു ഒറ്റ ഒരാളെങ്കിലും ഇരിക്കുന്നതിൽ അഭിപ്രായം പറയുന്നുണ്ടോ? നിങ്ങൾ ഇതിൽ തന്നെ പിടിച്ച് മസിൽ തൂങ്ങി നിങ്ങൾക്ക് നല്ലാതെ പറയേണ്ടത് കാര്യമില്ല. നിങ്ങൾ എപ്പോഴും ഈ നെഗറ്റീവിനെ മാത്രം ഹൈലൈറ്റ് ചെയ്ത് ആ നെഗറ്റീവ് ചെയ്യുന്നത്. ഒരു സെക്കൻഡ്, അതിനിടയ്ക്ക് പ്രിയങ്ക ഒരു കാര്യം പറഞ്ഞു സാജനോട്, വെളിയിൽ വരുന്നതിനെ കാണിച്ചു തരാം. അങ്ങനെയാണെങ്കിൽ നല്ല തങ്കപ്പെട്ട ആളുകൾ, നല്ല തങ്കപ്പെട്ട നല്ല ഒരുപാട് പേര് ഒരുമിച്ചായിരിക്കും ചായ കുടിക്കാൻ അങ്ങോട്ട് പോകും. അങ്ങനെയാണെങ്കിൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.